നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റൂബൻ അമോറിമിനെ പുറത്താക്കിയിരിക്കുന്നു. ഇക്കാര്യം ദി അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റ് ഡേവിഡ് ഓൺസ്റ്റീൻ കൺഫേം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസമുള്ള ഫബ്രിസിയോ റൊമാനയും ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡേവിഡ് ഓൺസ്റ്റീൻ എക്സ്ക്ലൂസീവായിട്ട് അവതരിപ്പിച്ച വാർത്തയാണിത്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സാക്ക് റൂബൻ അമോറിം ആസ് ഹെഡ് കോച്ച്. 40-കാരനായിട്ടുള്ള പോർച്ചുഗീസ് കോച്ചിനെ പുറത്താക്കിയ തീരുമാനം ഇന്ന് രാവിലെ അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി. വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് അദ്ദേഹം ക്ലബിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്തു പോകുന്നു. 14 മാസക്കാലത്തെ ആ ഒരു കോച്ചിങ് അവിടെ അവസാനിക്കുകയാണ്. ഡാരൻ ഫ്ലെച്ചർ ആയിരിക്കും ഇൻട്രിം ബേസിസിൽ യുണൈറ്റഡിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുക എന്നിപ്പോൾ ഡേവിഡ് ഓൺസ്റ്റീൻ കൺഫേം ചെയ്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫബ്രിസിയോ റൊമാനോയും ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ബ്രേക്കിംഗ്: റൂബൻ അമോറിം ഹാസ് ജസ്റ്റ് ബീൻ സാക്ക്ഡ് ബൈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഡിസിഷൻ മെയ്ഡ് ദിസ് മോർണിംഗ് എന്നാണ്. എന്തായാലും റൂബൻ അമോറിമിനെ ഇതാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്താക്കിയിരിക്കുന്നു. ഇന്നലത്തെ മത്സരം ലീഡ്സ് യുണൈറ്റഡിനെതിരെ 1-1 സമനിലയായിരുന്നല്ലോ. അപ്പോൾ ബാക്ക് ടു ബാക്ക് 1-1 സമനിലയാണ്. അതും 15-ാം സ്ഥാനത്തിന് താഴെയുള്ള ടീമുകളോട്. ലീഡ്സ് എന്ന് പറഞ്ഞാൽ 16-ാം സ്ഥാനത്താണ്. അതിനു മുമ്പ് വോൾസിനോട് അവർ 20-ാം സ്ഥാനത്തുള്ള ടീമാണ്. ഇപ്പോൾ 20 കളികൾ കഴിയുമ്പോൾ യുണൈറ്റഡ് ആകെ ജയിച്ചത് 8 കളികളാണ്. 6-ാം സ്ഥാനത്ത് അവർ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റൂബൻ അമോറിമിനെ ഇതാ പുറത്താക്കിയിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ പോർച്ചുഗീസ് ക്ലബ്ബ് സ്പോർട്ടിങ്ങിൻ്റെ കോച്ചായിട്ട് മിന്നി കത്തി നിൽക്കുന്ന സമയത്താണ് 2024 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ കോച്ചാക്കി കൊണ്ടുവന്നത്. എന്നാൽ അവിടെ തിളങ്ങാൻ അമോറിമിന് കഴിഞ്ഞില്ല. ഇതാ അമോറിം പുറത്തേക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.